തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ പാലോട് ജവഹർ കോളനിയിൽ നിന്നും 2 കിലോമീറ്റർ മാറിയുള്ള വൃന്ദാവൻ കുന്നുകൾ ഇന്ന് വെറുമൊരു കുന്നിൻ പ്രദേശമല്ല. 1000 വർണ്ണങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വപ്ന ഭൂമിയാണ്. പൂക്കളാൽ വർണ്ണാഭമായ ഇവിടം കാണാൻ ഒട്ടനവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത്. വൃന്ദാവൻ കുന്നുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കണ്ണിലൊടുക്കുന്നത് തിളങ്ങി നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളാണ്. 10 ഏക്കറോളം വരുന്ന മലയോര ഭൂമിയിൽ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ. തൊട്ടടുത്തായി നിൽക്കുന്ന കരനെൽ കൃഷിയും 100-ലധികം വരുന്ന മാവുകളും പ്ലാവുകളും പച്ചപ്പിന്റെ വന്യമായ ഭംഗി കൂട്ടുന്നു. പൂക്കളുടെ ഭംഗിയിൽ മാത്രം തീരുന്നതല്ല വൃന്ദാവനത്തിന്റെ വിശേഷങ്ങൾ. വെച്ചൂർ പശുക്കളും മത്സ്യക്കുളവും നീന്തൽക്കുളവും എല്ലാം സഞ്ചാരികളുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നവയാണ്. നമുക്ക് പൊന്മുടി മലനിരകളും അതുപോലെ തന്നെ അഗസ്ത്യാർകൂടം അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ വിവിധ പ്രദേശങ്ങളും നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ കാണാൻ നമുക്കിവിടെ കഴിയുന്ന ഒരു പ്രദേശമാണ്. ഉയർന്ന സ്ഥലമാണ്. നമുക്ക് ചുറ്റും നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. എപ്പോഴും നല്ല കാറ്റാണ്, നമുക്ക് ശുദ്ധവായുവാണ്. ഈ ഓണത്തിന് നമുക്ക് കരനെല്ല് അതുപോലെ തന്നെ ചെണ്ടുമല്ലി, വിവിധ നിരത്തിലുള്ള ചെണ്ടുമല്ലികൾ, അതുപോലെ തന്നെ അലങ്കാര കിളികൾ, അതുപോലെ തന്നെ ആനിമൽസ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് തന്നെ വിവിധ തരത്തിലുള്ള മലബാറി ഇനത്തിലുള്ള ആടുകളെ നമ്മളിവിടെ വളർത്താനായിട്ടൊരു പദ്ധതിയുണ്ട്. നാടിന്റെ ടൂറിസം സാധ്യതകളെ പ്രോത്സാഹിപ്പിക്കാനും ആളുകൾക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം സമ്മാനിക്കാനുമാണ് താൻ ഇത്തരമൊരു കൃഷിരീതിയും ഫാമും ഒരുക്കിയതെന്ന് വൃന്ദാവനം ഹിൽസിന്റെ ഉടമ ഡോക്ടർ അജീഷ് കുമാർ പുഞ്ചിരിയോടെ പറയുന്നു. എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാവരും വന്ന് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയെ, നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റിയും, കാരണം ഇവിടെ ഇപ്പോൾ ഏത് സമയത്തും നമുക്ക് നിറയെ ഒരു 500-ലധികം പൂമ്പാറ്റകൾ നമുക്ക് ഇവിടെ ദർശിക്കാൻ പറ്റും. തേനീച്ചകളുണ്ട്, തേൻ കുടിക്കാനായിട്ട് തേനീച്ചകൾ വരുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പക്ഷികൾ ഇവിടെ സന്ദർശകരാണ്. എല്ലാ ദിവസവും രാവിലെ പക്ഷികളുടെ കിളിനാദം നമുക്കിവിടെ കാണാൻ പറ്റും. ശാന്തമായ പ്രദേശമാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നൊരിടമാണ് നമ്മുടെ ഈ വൃന്ദാവന ഹിൽസ്. ഇത്തവണ ഓണവൃന്ദാവനം എന്ന പേരിലാണ് ഈ പ്രകൃതി സൗന്ദര്യം ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ദിവസേന 100 കണക്കിന് ആളുകളാണ് ഈ അപൂർവ കാഴ്ചകൾ കാണാൻ കുന്നുകയറുന്നത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ പൊതുജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഈ മനോഹര തീരത്തേക്ക് കടന്നുവരാം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.